ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. ഒരുപാട് നാളെ നീണ്ടു നിന്ന് പല പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. റേപ്പിൻ്റെ പേരിലല്ല. റേപ്പുണ്ട്. റേപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റേപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സോഷ്യൽ മീഡിയ റേപ്പ് തുടർന്നുകൊണ്ടിരുന്നു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും. അത് മാത്രമല്ല, തനിക്ക് ഇപ്പം നിലവിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അതിജീവിതയുടെ ഭർത്താവ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്. ആ കേസിൻ്റെ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും താൻ ഇതൊന്നും വകവെക്കുന്നില്ല, ഹൂ കേഴ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കിതൊന്നും ബാധകമല്ല, നിലവിലുള്ള നിയമവും അതിൻ്റെ സംവിധാനവും ഒന്നും തനിക്ക് ബാധകമല്ല എന്ന് കരുതിയുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം വന്നുകൊണ്ടിരുന്നു. അതങ്ങനെ വരാനൊരു കാരണമുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ്സിനകത്തുള്ളൊരു വലിയ വിഭാഗം, ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു വലിയ വിഭാഗം, അദ്ദേഹം ഇപ്പോൾ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഉടനെ അവരോധിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ KPCCയുടെ പ്രസിഡൻ്റായി അവരോധിക്കപ്പെടത്തക്ക വിധത്തിലുള്ള സ്വാധീനം പാർട്ടിക്കകത്തും പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങളിലും ഉള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു വലിയ സംഘം കോൺഗ്രസ്സുകാർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട്, അദ്ദേഹത്തെ പാലക്കാട് വീണ്ടും നിർത്തി മത്സരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അദ്ദേഹം പാലക്കാട് തന്നെ മത്സരിക്കട്ടെ, അദ്ദേഹം പാലക്കാട് മത്സരിച്ചാൽ എന്താ കുഴപ്പം, അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സണ്ണി ജോസഫിനെ പോലെയുള്ള KPCC സ്ഥാനത്തിരിക്കുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും ഉറച്ചു ഒരു വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആകെ അതിനകത്ത് ഒരു ഉറച്ചൊരു വാക്ക് പറയുന്നത് മുരളീധരൻ മാത്രമാണ്. മുരളീധരൻ ഇടയ്ക്ക് ഉറച്ച വാക്ക് പറയുന്നുണ്ട്. പക്ഷെ വേറെ ആരും കോൺഗ്രസ്സിനകത്ത് ഇയാൾക്കെതിരെ ഒരു ഉറച്ച വാക്ക് സതീശൻ പോലും ഇപ്പോൾ സൈലൻ്റായി തീർന്നു എന്നുള്ളതാണ് വസ്തുത. സതീശനാണ് ആദ്യഘട്ടത്തിൽ ഇയാൾക്കെതിരെ വലിയ ശക്തമായൊരു നിലപാടെടുത്തത്. പക്ഷെ ആ സതീശനെ പോലും സൈലൻ്റ് ആക്കത്തക്ക വിധത്തിലുള്ള സ്വാധീനം കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിൽ ജനസ്വാധീനമുണ്ട് എന്നാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ 6-7 പേരെ നിരന്തരമായി റേപ്പ് ചെയ്തു എന്ന പരാതി പരസ്യമായും രഹസ്യമായിട്ടുമൊക്കെ നിലനിൽക്കുമ്പോഴും, ഒരു സീരിയൽ റേപ്പിസ്റ്റ് എന്ന നിലക്ക് അദ്ദേഹം അറിയപ്പെടുമ്പോഴും, നിരന്തരമായിട്ട് റേപ്പ് ബലാത്സംഗം സ്വഭാവമാക്കി വളർത്തിയെടുത്ത ഒരു മനോരോഗത്തോളം എത്തി നിൽക്കുന്ന വിധത്തിൽ ബലാത്സംഗ ത്വരയെ വളർത്തിയെടുത്ത ഒരാൾ, പക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആൾ സ്വാധീനമുണ്ട് എന്നാണ് KPCC കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും സ്ഥാനാർത്ഥിയാക്കണം എന്ന് കരുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു വലിയ സംഘം ഇതിലുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്നതും ഷാഫി പറമ്പിലാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ്, അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഇതിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ആ ഗ്രൂപ്പ് അനുകൂലമായിട്ട് പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഷാഫി പറമ്പിൽ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന പ്രശ്നമേയില്ല. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹത്തിനൊരു വീട് കൊടുത്തിട്ട് ആ വീട്ടിൽ റെയ്ഡ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുകയും അദ്ദേഹം അവിടെ നിന്ന് മാറുകയും ചെയ്ത് അദ്ദേഹം ഏതൊരു ഹോട്ടലിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ച് പ്രവർത്തിക്കാനുള്ള പണം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? ഒരു ചോദ്യമല്ലേ. ഇദ്ദേഹത്തിന് MLA എന്ന നിലക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാൾക്കും ഒരു കാരണവശാലും ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല.
കാരണം അത് ഓരോ അക്കൗണ്ട് ഹെഡിലാണ് ആ പണം കൊടുക്കുന്നത്. യാത്രയ്ക്ക് ഇത്ര കൊടുക്കുന്നു, മറ്റേ കാപ്പിക്ക് ഇത്ര കൊടുക്കുന്നു, ഇത് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്ര കൊടുക്കുന്നു, വാടകയ്ക്ക് ഇത്ര കൊടുക്കുന്നു, ഇങ്ങനെ ഓരോ ഹെഡിലും അത് സ്പെൻഡ് ചെയ്ത കണക്ക് കാണിച്ചാലേ ബാക്കി കാശ് കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങി ഈ പ്രവർത്തനം നടത്താൻ ആവശ്യമായ അത്രയും പണം കൊടുക്കാനായിട്ട് വ്യവസ്ഥയില്ല. പക്ഷെ അദ്ദേഹം ഹോട്ടലിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അദ്ദേഹം നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു മനോരോഗിയായിരിക്കുന്ന ഒരു ലൈംഗിക പീഡകൻ, ലൈംഗിക പീഡകൻ, സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരാൾ ക്ഷേത്രങ്ങളിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളുടെ അവസ്ഥയും കൂടി ഒന്ന് നോക്കണം. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രമെന്ന് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്ന ക്ഷേത്രഭാരവാഹികൾ കരുതുന്നു. നമ്മുടെ നാട്ടിൽ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്ന ഒരു രീതി വന്നുവിട്ടത്. അല്ലെങ്കിൽ വരില്ലല്ലോ. അതെ, ഇതിപ്പോൾ വലിയ രീതിയിലുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് സംരക്ഷിച്ച് നിർത്തുന്നത്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളൊരു കാര്യം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ KPCCയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, 2 ജനങ്ങളുടെ മനസാക്ഷിയിൽ വന്നിരിക്കുന്നൊരു മാറ്റം, 3-ാമത്തെ കാര്യം ക്ഷേത്രഭാരവാഹികൾ പോലും ഒരു രാവണനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരികയും രാമനെ തള്ളി പുറത്താക്കുകയും ചെയ്യുകയാണ്. രാമൻ പുറത്ത്. കാരണം രാവണൻ്റെ ശീലമായിരുന്നിത്. രാവണൻ ഇങ്ങനെ ഓരോ സ്ത്രീകളെ കാണുമ്പോഴും ആദ്യമായിട്ട് ആ സ്ത്രീകളോട് പറയുന്നത് എന്താ, ഇപ്പോൾ വേദവതിയെ കാണുമ്പോൾ പറയുന്നത്, വേദവതി നീ എന്താണ് ഇങ്ങനെ നടക്കണം, നിൻ്റെ ഈ യൗവനമൊക്കെ വെറുതെ നശിച്ചു പോവില്ലേ, ഇതിങ്ങനെ വേസ്റ്റാക്കി കളയാനുള്ളതല്ലല്ലോ, അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കൂ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഇന്ന ആളുടെ മകളാണ്, ഞാൻ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ത്രീയാണ്, അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ ഓൾറെഡി അവിടെ കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, കാരണം അതിനൊക്കെ അറിയാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ എനിക്കുണ്ട്, അങ്ങ് ദയവായതിട്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അവിടെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവൾ സ്വയം അഗ്നിയായിട്ട് ആ അഗ്നിയിൽ എരിഞ്ഞു പോയിട്ട് പറയും, ഞാനിതിൽ എരിഞ്ഞു പോയാലും ശരിയാണ്, ഞാൻ വീണ്ടും ജനിക്കും, ആ ജനനത്തിലൂടെ നീ നിത്യമായി നീയും നിൻ്റെ വംശവും തകർക്കപ്പെടുമെന്ന് പറയണം. അതാണ് സീതയായിട്ട് ജനിച്ചത് എന്നാണ് ഒരു സങ്കല്പം. പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ കേട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. ഇതുപോലെ തന്നെ രംഭ എന്ന് പറയുന്നതൊരു കക്ഷി. ആ രംഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളകുമരൻ, അതായത് കുബേരൻ്റെ മകൻ നളകുബരൻ, ഇയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യ. അവളെ കാണേണ്ട സമയത്തും ഉടനെ തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നീ ഇതാണ് നീ എൻ്റെ ഭാര്യയായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്, എനിക്ക് നിന്നെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് വേണം എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ പറയുന്ന ഒരാളെ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു രാവണ സ്വഭാവമുള്ള ഒരാളെ വിളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആദരിച്ച് ഭക്തജനങ്ങളെ അവഹേളിക്കാനുള്ള മനസ്സുള്ള ക്ഷേത്രഭാരവാഹികൾ പാലക്കാട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവർക്ക് അഭികാമ്യമാണോ അല്ലേ എന്നുള്ള കാര്യം ആ നാട്ടുകാരും ക്ഷേത്രഭാരവാഹികളും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജനതയുടെ സംസ്കാരത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് രാവണഭാവത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ റേപ്പിസ്റ്റിനെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ രാഷ്ട്രീയമല്ല കാണുന്നത്. കാരണം ഇതുപോലത്തെ ഒരു സാംസ്കാരികമായിട്ട്, കാരണം അയാൾ പുറത്തിറങ്ങി നടക്കുന്നത് നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമല്ല, പക്ഷെ അയാളെ കെട്ടിപ്പിടിക്കാനും അയാളെ ഉമ്മ വെക്കാനും അയാൾക്ക് വേണ്ടിയിട്ട് വേദികൾ ഒരുക്കി കൊടുക്കാനും ഒക്കെയായിട്ട് സ്ത്രീകളും മത്സരിച്ച് രംഗത്തിറങ്ങുകയാണ്. ഇതിനെയാണ് ഞാൻ രാവണ സംസ്കാരത്തിൻ്റെ പുനരുൽപാദനം എന്ന് പറയുന്നത്. ആ രാവണ സംസ്കാരത്തിൻ്റെ പുനരുൽപാദനമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.